ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്യണ്ടേ സർ? ഉറപ്പായിട്ടും വേണം, ഉറപ്പായിട്ടും വേണം. പക്ഷെ ആരും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മളൊന്ന് പരിശോധിക്കണം. ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. പക്ഷേ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം തൃപ്തികരമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കതിനകത്ത് വ്യക്തമായിട്ടുള്ള അതൃപ്തിയുള്ള ഒരാളാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരെയെങ്കിലും അവർ ചോദ്യം ചെയ്യണം, അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കോടതി പറഞ്ഞാൽ മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ എന്തുകൊണ്ടാണ് എന്താണ് അതിൻ്റെ പേര്, ഈ ദേവസ്വം പ്രസിഡൻറ്റിനെ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരവില്ല. ദേവസ്വം ബോർഡ് ഒരൊറ്റ യൂണിറ്റാണ്, അതൊരു സിംഗിൾ യൂണിറ്റാണ്. പ്രസിഡൻറ്റും മെമ്പർമാരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് തീരുമാനം എടുക്കുന്നത്. അങ്ങനെ പ്രസിഡൻറ്റും മെമ്പർമാരും ഒരുമിച്ച് ചേർന്ന് തീരുമാനമെടുത്തിരിക്കെ എല്ലാവർക്കും തുല്യൊരു ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിജയകുമാർ പറഞ്ഞത് ഞാനൊന്നും വായിച്ചു നോക്കാതെ ഒപ്പിട്ട് കൊടുത്തു എന്നാണ് പറയണത്. അത് പുറത്ത് പറയാൻ കൊള്ളില്ല. കാരണം ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത് ഈ ദേവസ്വത്തിൽ മൂർത്തിയുടെ സംരക്ഷണം ഞാൻ ഉറപ്പുവരുത്തും എന്ന് പറഞ്ഞ് അധികാരമേറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത്രയും ഉത്തരവാദിത്വം പ്രസിഡൻറ്റിനുള്ളൂ. പ്രസിഡൻറ്റ് പ്രിസൈഡ് ചെയ്യും. ഇനി എന്തെങ്കിലും കാരണവശാൽ പ്രസിഡൻറ്റ് അങ്ങനെ ചെയ്ത സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് നിയമവിരുദ്ധമാണ്, ചട്ടത്തിനും നിയമത്തിനും വിരുദ്ധമാണ് എന്ന് ഇയാൾ പറയുകയും അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് പറയാം, ഞാൻ അന്നേ പറഞ്ഞതാണ്, മിനിറ്റ്സിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവർ ചെയ്തില്ല, എനിക്ക് പിന്നെ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോഴും അത് ശരിയല്ല, കാരണം അത് നിയമം അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇവരെ ചോദ്യം ചെയ്യുകയോ ഇവരെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത് എപ്പോഴാണ്? ഇത് സംബന്ധിച്ച ഒരു ജാമ്യ ഹർജി കേട്ടിരുന്ന സിംഗിൾ ജഡ്ജ് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന്. ഇനി വേറൊരു കാര്യമുണ്ട്. വ്യാജ മഹസർ എഴുതി ഈ സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയതിൽ ഒന്നാം പേരുകാരൻ തന്ത്രി രാജീവര് കണ്ഠരര് ആണ് എന്നും അതിൽ മേൽശാന്തി ഒരു വാസുദേവൻ നമ്പൂതിരി ആണ് എന്നുമൊക്കെ പറഞ്ഞ് കോടതി വിധിന്യായത്തിൽ പറഞ്ഞിട്ടും അവരിതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. അവരൊരു പ്രാവശ്യം മറ്റോ വിളിച്ച് ചോദ്യം ചെയ്യുന്നു, തന്ത്രിയെ വിളിച്ചു, അത് മേൽശാന്തിയെ വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം യഥാർത്ഥത്തിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്കല്ല അവർ പോകുന്നത്. കോടതി പറയുമ്പോൾ കോടതിയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, കോടതിയുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു അന്വേഷണം മാത്രമായിട്ട് ഇത് ചുരുങ്ങിപ്പോകുന്നു എന്നുള്ള ഒരു ആക്ഷേപം എനിക്ക് ഈ കാര്യത്തിലുണ്ട്. കാരണം അങ്ങനെ പോയാൽ പറ്റില്ല. ഇനി എങ്ങനെയാണ് സോണിയാഗാന്ധി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശബരിമലയിലുള്ള ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി, ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം എന്താണ്? അത് പുറത്തു വരേണ്ടതാണ്. അല്ല, എന്താണ് ബന്ധമെന്ന് അറിയണ്ടേ? അതെ, നമുക്കാർക്കും അറിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മഹത്വം സോണിയാഗാന്ധി അറിഞ്ഞിട്ട് വിളിച്ചത്, ആ മഹാനെ ഒന്ന് ആദരിക്കാം എന്നെഴുതി വിളിച്ചതല്ലല്ലോ. അല്ല, സോണിയാഗാന്ധിയുടെ കൈത്തണ്ടയിൽ കങ്കണം കെട്ടിക്കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് പോറ്റി. കൂടെ നിൽക്കുന്ന രണ്ടു പേർക്കും ആ കയ്യിൽ സ്പർശിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്തവരാണ്. ആരൊക്കെ? ആൻ്റോ ആൻ്റണിയും അടൂർ പ്രകാശും. ഇതെങ്ങനെ കിട്ടി ഈ സ്വാതന്ത്ര്യം? അവിടെയാണ് വേറൊരു ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. എന്താണ്? കോടതി പറഞ്ഞതിനെ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് വ്യാപാര സംഘവുമായി ഇതിന് ബന്ധമുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ വെളിവായിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്താരാഷ്ട്ര ലെവലിലുള്ള വിഗ്രഹക്കടത്ത് വ്യാപാര സംഘവുമായി ബന്ധമുണ്ട്. സമ്മതിച്ചല്ലോ? അതെ. ഇനിയാണ് അടുത്തത്. ഈ വിഗ്രഹ വ്യാപാരം സ്ഥാപനവുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് സോണിയാഗാന്ധി. അവരുടെ അനിയത്തിക്കോ ചേച്ചിക്കോ ഇറ്റലിയിൽ
2 വലിയ കടകളുണ്ട്. അത് പ്രധാനമായിട്ടും പഞ്ചലോഹ വിഗ്രഹങ്ങൾ അടക്കമുള്ള പുരാവസ്തുക്കൾ വിൽക്കുന്ന സ്ഥലങ്ങളാണ്. പഞ്ചലോഹ വിഗ്രഹം നിങ്ങൾക്ക് യൂറോപ്പിൽ നിന്ന് കിട്ടില്ലല്ലോ, ഇല്ല, അത് നമ്മുടെ ഇവിടെ നിന്ന് തന്നെ പോകണമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന പഞ്ചലോഹ വിഗ്രഹങ്ങൾ അവിടെ വെച്ചിട്ട് കോടിക്കണക്കിന് രൂപയ്ക്ക് ഇത് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് സോണിയാഗാന്ധി എന്നത് തന്നെ സാഹചര്യ തെളിവനുസരിച്ചിട്ട് അവരെ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല. അവരെ ചോദ്യം ചെയ്യണം. കാരണം അവർക്ക് എന്താണ് ഇതിനകത്ത് പങ്കെന്നറിയണ്ടേ. ചെന്നിത്തലയും ഇതേ കാര്യം ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ചെന്നിത്തല പക്ഷെ ഇത്രയും പറഞ്ഞിട്ടില്ല. ചെന്നിത്തല പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ പോറ്റിയെ അവിടെ എത്തിച്ചവരുടെ കാര്യം അന്വേഷിക്കണമെന്നാണ്. പോറ്റിയെ എത്തിച്ചവരുടെ കാര്യം അന്വേഷിക്കണമെങ്കിൽ പോറ്റി എത്തിയ സ്ഥലം കൂടെ അന്വേഷിക്കണമല്ലോ. അത് അദ്ദേഹം പറയാതെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും പോറ്റിയെ എത്തിച്ചവരുടെ കാര്യം നമ്മൾ അന്വേഷിക്കണം. പക്ഷേ പോറ്റി എത്തിയ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൂടി നമ്മൾ അറിയണ്ടേ. അല്ലാതെ എങ്ങനെയാണ്? പോറ്റി അവിടെ എത്തി, പോറ്റിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, പോറ്റി മഹാനാണ് എന്ന് വരുന്നു, പോറ്റി കങ്കണം കെട്ടിക്കൊടുക്കുന്നു. ഇത്രയൊക്കെ നടന്നിട്ടും ഇത്രയൊക്കെ ബന്ധം ഉണ്ടായിട്ടും അവരെ ചോദ്യം ചെയ്യണമെന്ന് എന്താണ് ആവശ്യപ്പെടാത്തത്? അവരെ ചോദ്യം ചെയ്യേണ്ടതാണ് എന്ന് CPM ആവശ്യപ്പെടുന്നില്ല. രണ്ടു കൂട്ടരും തമ്മിലുള്ള അത് ഈ അന്വേഷണത്തിൻ്റെ പോക്ക് നിങ്ങൾ എടുത്തു നോക്ക്. ഈ അന്വേഷണത്തിൻ്റെ പോക്ക്, ഈ അന്വേഷണം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കണം എന്നാണ് CPM കോൺഗ്രസും കരുതുന്നത്. കാരണം ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായ സോണിയാഗാന്ധിയിലേക്കായിരിക്കും ഈ അന്വേഷണം പോവുക. അത് അവർക്കിഷ്ടമല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാക്കളിലേക്ക് ഇപ്പം തന്നെ പോയി കഴിഞ്ഞില്ലേ. സാധാരണഗതിയിൽ ഒരു കാരണവശാലും ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ഇതിലൊരു റോളും ഉണ്ടാകാൻ പാടില്ല. കാരണം അസംബ്ലിയിലുള്ള ഹിന്ദു MLA-മാരിൽ ഭൂരിപക്ഷം പേര് ചേർന്ന് തിരഞ്ഞെടുക്കുന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും. തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് സ്വയംഭരണ അധികാരമുള്ള സ്ഥാപനമാണ്. അതിന് പിന്നെ ഗവൺമെൻറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരാ തീരുമാനങ്ങളെടുത്ത് അവിടെ നടപ്പിലാക്കുന്നവരാണ്. അവരങ്ങനെ അവിടെ തീരുമാനങ്ങളെടുത്ത് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കെ അക്കാലത്ത് ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന ഇയാൾ എങ്ങനെ ഇതിനകത്ത് വന്നു പെട്ടു? കടകംപള്ളിക്ക് ഒരു റോളും ഇല്ലല്ലോ. അയാൾക്ക് പറയാമല്ലോ എനിക്കിനകത്ത് ഒരു റോളും ഇല്ല, എനിക്കറിയാനും പാടില്ല, അവരെന്താ തീരുമാനിച്ചേക്കണം അവരോട് ചോദിക്കണം. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. പോറ്റിക്കൊപ്പമുള്ള ചിത്രവും പിന്നെ പത്മകുമാറിൻ്റെ മൊഴിയും എല്ലാം കടകംപള്ളിക്കെതിരാണ്. അല്ല, അത് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പല്ലേ, പോറ്റിയും കടകംപള്ളിയും തമ്മിലുള്ള ബന്ധമാണ് പ്രശ്നം. കാരണം പോറ്റി ദൈവവിശ്വാസി, പൂജാരി, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ. പോറ്റിയാണെങ്കിൽ ദീർഘകാലമായി തിരുവനന്തപുരത്ത് ജനിച്ചാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇല്ലാത്തൊരാൾ, വല്ലപ്പോഴൊക്കെ തിരുവനന്തപുരത്ത് വരുന്നു. കുറേ കാലം ബാംഗ്ലൂരൊക്കെ ഇരുന്ന് പോറ്റി എന്നാണ് പറയുന്നത്. കടകംപള്ളി ആണെങ്കിൽ കറതീർന്ന കമ്മ്യൂണിസ്റ്റ്, ദൈവത്തെ എവിടെ കണ്ടാലും വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാൻ അധികാരമുള്ള ഒരാൾ. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെ വന്ന്? രാഷ്ട്രീയ ബന്ധമല്ല, പിന്നെ എന്താണ്? വ്യക്തിബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടകംപള്ളിയെപ്പോലൊരു സമുന്നത നേതാവുമായിട്ട് വ്യക്തിബന്ധം അല്ല, അങ്ങനെ അമ്പലത്തിൽ പോകുന്ന ഒരാളല്ലല്ലോ, ശബരിമലയിൽ പോകുന്ന ഒരാളല്ലല്ലോ, വ്യക്തിബന്ധം ഉണ്ടാക്കാവുന്ന ഒരു കാര്യം ഇയാൾക്ക് ഇല്ലല്ലോ. അപ്പോൾ അതുമില്ല. പിന്നെ എങ്ങനെ ഈ ബന്ധം വന്ന്? ആ ചോദ്യമില്ലേ. ആ ബന്ധം വന്നതാണ് കടകംപള്ളിയെ സംശയത്തിൻ്റെ നിഴലിലാക്കിയിരിക്കുന്നത്. അപ്പോൾ കടകംപള്ളിയെ സംശയത്തിൻ്റെ നിഴലിലാക്കിയിരിക്കുന്നത് പോറ്റിയുമായിട്ടുള്ള ബന്ധമാണ്, മറ്റവരുമായിട്ടുള്ള ബന്ധമല്ല. പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ പോറ്റിക്ക് അനുകൂലമായ ആജ്ഞ ഇവർക്ക് കൊടുത്തിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അത് പറഞ്ഞാൽ അവർ നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടില്ല. കാരണം സ്വയംഭരണാധികാരമുള്ളൊരു സ്ഥാപനം പുറത്തു നിന്ന് ആരുടെ ആജ്ഞയും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത് ചെയ്യേണ്ടതല്ലേ, അത് ചെയ്തിട്ടില്ല. അപ്പോൾ പോറ്റിയുമായിട്ടുള്ള ബന്ധമാണ് കാരണം.
പോറ്റിയുമായിട്ടൊരു ഫ്രെയിമിൽ ഒരുമിച്ച് വന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണം. അതെ, അപ്പൊ സാറ് പറഞ്ഞതോടെ സ്വാഭാവികമായിട്ടും സോണിയയിലേക്കും സോണിയയിലേക്കും കൂടി അന്വേഷണം പോകണം. സോണിയയ്ക്ക് കൂടി അന്വേഷണം പോയാൽ മാത്രമല്ല അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമൊക്കെ ആയിട്ട് ബന്ധമുള്ള കാര്യമാണ്. ഇത് SIT അന്വേഷിച്ച് കഴിഞ്ഞാൽ വരില്ല. ഇതിൻ്റെ സത്യം പുറത്തു വരാൻ പോകുന്നില്ല. ഒരു പരിധി കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് ഇതിൻ്റെ അന്വേഷണം CBIക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം. CBI അന്വേഷിക്കട്ടെ. CBI അന്വേഷണത്തിൽ എന്തിനാണ് ഇവർ ഭയക്കുന്നത്? ഇവർക്ക് കുഴപ്പമില്ലെങ്കിൽ എന്തിനാണ് ഇവർ ഭയക്കുന്നത്? CBI അന്വേഷിക്കട്ടെ. CBIക്കല്ലേ ഇവരെ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ആർക്ക് പറ്റും? പക്ഷേ എന്താണ്, ED വരുന്നതിന് പോലും കോടതി അടക്കം അനുകൂലമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം ED വരുന്നതിനെ എതിർത്തത് ആരാണ്? കോടതിയല്ലേ. ഇതൊരു കഷ്ടമാണിത്. ഇത് ശബരിമലയിൽ ഒരു വിഗ്രഹം പോയത് മാത്രമല്ലല്ലോ. ശബരിമലയിൽ സ്വർണം അടിച്ചു മാറ്റിയതല്ല. കേരളത്തിൽ നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളിലെ ആചാര അനുഷ്ഠാനങ്ങളെ മുഴുവൻ വിറ്റുതൊലക്കുന്നതിന് വേണ്ടി ഒരു സംഘമെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിലാണ് ഇവരൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിക്കാൻ വേണ്ടി ഉറപ്പായിട്ടും ഇതിൻ്റെ അന്വേഷണം CBIക്ക് തന്നെ വിടണം. ഇൻ്റർപോൾ അന്വേഷിക്കേണ്ടതാണ്. ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.